ഹലോ ഫ്രണ്ട്സ്, ഡിസ്കഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മൗഗ്ലി നമ്മളെ വിട്ട് പോയതാണ്. മൗഗ്ലി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂമോണിയ ആയിരുന്നു. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു ദിവസം ക്ഷീണം കാണിച്ചെന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് ഭയങ്കര ആക്റ്റീവ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളെല്ലാം അല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസമായി നാട്ടിലില്ലാത്തത്. ഞാൻ നമ്മുടെ മോൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളായിട്ട് ചാലക്കുടിയിലുള്ള 2 ആഴ്ച കൂടുമ്പോഴും ഒരു 2 ദിവസം ഉണ്ടാവും. അതാ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോക്കാൻ പതിവ്. അപ്പോൾ എന്താ പറയുക, നമ്മളാകുമ്പോൾ എപ്പോഴും കയ്യിലെടുത്തുകൊണ്ടിരിക്കുമല്ലോ, എന്നിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ബാക്കി എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റും, നല്ലോണം കടിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഏച്ചേരിയിൽ ഒരു ദിവസം മുന്നേ പറഞ്ഞിട്ട് നമ്മുടെ മിതരെടുത്ത് നോക്കി തന്നു. അപ്പോൾ നല്ല കടിയും കിട്ടി. അപ്പോൾ നോർമലി പ്രശ്നമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഉള്ള സമയത്ത് എൻ്റെ കൂടെ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ നനയാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കാരണമാണോ എന്താണെന്നറിയില്ല പനി വരാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് മരണ കാരണം. എന്തായാലും നമ്മളെ വിട്ട് പോയി. നമ്മൾ അങ്ങനൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല. ഞാൻ മൗഗ്ലിൻ്റെ കയറ്റി നമ്മൾ മൗഗ്ലിൻ്റെ ഒരു ഫോട്ടോ എന്തായാലും ഒരു ഓർമ്മക്കായിട്ട് നമുക്ക് ഇടാം, വെക്കാം. ഓക്കെ, മൗഗ്ലിയിൽ നമ്മളെടുത്ത എനിക്ക് തോന്നുന്നു പെറ്റ് സ്റ്റേഷൻ്റെ നമ്മളൊരു കുറച്ചെങ്കിലും നല്ല രീതിയിൽ നമ്മളെ ചാനൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണക്കാരനാണ് മൗഗ്ലി. അവനെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നമ്മളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും മൗഗ്ലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ. പക്ഷേ ഇവിടുത്തെ എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തും അവൻ നിൽക്കില്ല. എൻ്റെ അടുത്ത് നമ്മൾ ഏച്ചിൻ്റെ അടുത്ത് നിൽക്കും. ഏച്ചി വാ, മറ്റേ കുറച്ച് ഇട്ടെടുക്കുക. അതുകൊണ്ട് മൗഗ്ലി വെച്ചിട്ട് നമ്മളെ ഏച്ചി എന്നോട് ഞാൻ വന്നിട്ട് കഥ പറയുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത് രീതിയിലെ അവസ്ഥ അല്ലേ ചേച്ചി? എന്താണ് വെക്കാൻ വിഷമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുമിച്ച് അത്രയും മിങ്കിളായിട്ടുള്ള ഒരാളാണ്. എന്താ പറയുക, നമ്മൾ അത്രയും നല്ല രീതിയിൽ തന്നെ കേരളം കൊടുത്തേട്ടോ. വേറെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആ പനി വന്നത് മനസ്സിലാണ്ടായിപ്പോയി. പക്ഷേ ഏച്ചി പറയുന്ന ആ സമയത്ത് ഒരു ദിവസം മാത്രമേ ഫുഡ് എടുക്കാൻ കുറച്ച് ഇത് കാണിച്ചിട്ടു അല്ലേ. അതായത് ലാസ്റ്റ് ദിവസം അന്ന് മിസർ പിടിച്ചു നോക്കുകയും ചെയ്തു. അന്ന് പിന്നെ മിസറിന് നല്ല കടിയും കാര്യങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് നേരേക്ക് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ എന്താ പറയുക, വലിയ പ്രശ്നം തോന്നില്ല. എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നോക്കും. അവരെ കുഴപ്പം പറയുന്നില്ല, നല്ല രീതിയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പറ്റിപ്പോയി, ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് ഒന്നും പറഞ്ഞ കാര്യമില്ല. പെട്ടെന്ന് നമുക്കൊരു ഫോണിന് വേറെ വാങ്ങിക്കാം. അല്ല, അത് അതിനെ തുല്യത എന്തായാലും ആവില്ല. എന്നാലും നമുക്കിപ്പോൾ വിഷമം തീർക്കണ്ടേ. അപ്പോൾ അങ്ങനെയാണ് കഥ. പിന്നെ അതിൻ്റെ വേറൊരു പ്രശ്നം തന്നെ, എല്ലാവരുമായിട്ട് അതൊന്നും പോകില്ല. അതോ വേറൊരു പ്രശ്നം ആർക്കും തുടങ്ങില്ല. അങ്ങനെയെങ്കിൽ കുറച്ച് സമയം ഒരുമിച്ച് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മൗഗ്ലിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇടാം ആ കേസ്. പിന്നെ വേറെ എന്താ പറയുക, മഴക്കാലം ആയതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രശ്നം. ഒരു മഴയായിട്ടായിരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു. ആ ആക്റ്റീവ് കുറഞ്ഞത് 2 ദിവസം മഴയായിട്ടിരിക്കും. നല്ല മഴയല്ലേ, അതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പറ്റി. ഓക്കെ, പറഞ്ഞു കിട്ടുന്നില്ല. എന്തായാലും ഒരു വിഷമമുള്ള കാര്യം തന്നെ. നമുക്ക് നല്ല സന്തോഷമുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ ചേച്ചി, നമുക്ക് പിന്നെ നമ്മുടെ ടാർസിനെ കയ്യിലെടുക്കാം. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഒരു രക്ഷയില്ല. ഓടല്ല, അയ്യോ മൗഗ്ലിൻ്റെ വീട്ടില് ഓടുന്നു. അതിനാള് ഉഷാറായി കേട്ടാ, വലുതായി കാണുന്നില്ലേ. പോയി ആ വെപ്രാളം കാണിച്ചിട്ടില്ല, മാംസം മൊത്തം താഴെ പോയിട്ടാ. എന്തായാലും ഇവർക്കെല്ലാം നന്നായിട്ട് ആളെ മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ആ വയ്ക്കാ, വയ്ക്ക് മൂത്ര വയ്ക്കും പരിചയം കാണിച്ചു മതി. പോയിക്കോ. ഇവന് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ. കാണുന്നവർക്ക് എന്താ പറയാ, നല്ല രസം. മൗഗ്ലി അത്ര ആക്റ്റീവ് അല്ല. പണ്ട് മുതലേ അവന്
ഭയങ്കരമായിട്ട് ചാടി കളിക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ തോളത്തെടുത്തിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് വരെ എടുത്തിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1-2 പണി കിട്ടിയ സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അടുത്ത് കുറച്ച് പശുവുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പൈസ പോയ കഥയും കൂടി പറഞ്ഞുതരാം. നമുക്ക് അതിനെ കാണാൻ വേണ്ടി പോവാം. അതേപോലെ 1-2 സന്തോഷമുള്ള കാര്യം ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ഫുള്ള് സാഡായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മീനിനെ ഫീഡ് ചെയ്യാം അല്ലേ? ഫിഷിനെ ഫീഡ് ചെയ്തിട്ട് പോകാം. മലപ്പുറത്തുനിന്ന് നമ്മളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതാ മീനിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര രസമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞ പോലെ കൊടുത്തോ, കുറച്ച് കയ്യിലെടുത്തിട്ട് ഭയങ്കര ഹാപ്പി മൊമെന്റ്സ്. ഓക്കെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? കാസർഗോഡ് അല്ലേ? ഞങ്ങളെ ഉപ്പയും മക്കളും മാത്രം ഇറങ്ങിയതാ. സന്തോഷത്തിലേക്ക് എന്റെ പേരെന്താ? മുഹമ്മദ് ജനീഷ്. ഫാത്തിമ. മോളുടെ പേരെന്താ? ആദ്യ. എവിടെ സ്ഥലങ്ങള്? കാസർഗോഡ് തന്നെ. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് വന്നാ? അല്ല, വേറെ വന്നിട്ട് എക്സ്പീരിയൻസ്? ഇനി അപ്പുറത്ത് ഇതേപോലെ പരി കാണാനുണ്ട്. അത്ര ഇത് നടുഭാഗം ഇതിനപ്പുറത്ത് കാണാനുണ്ട്. വീഡിയോ ആണുള്ളത്. അപ്പൊ അടുത്ത ആഴ്ച ഇത് നാളത്തെ വീഡിയോയിലുണ്ടാവും കേട്ടാ. ആ കൊടുത്തോ. അതങ്ങനല്ല, ഇങ്ങനെ പൂട്ടി പിടിക്കാൻ. എന്നിട്ട് മെല്ലെ പകുതി വരെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോ വിരല് മെല്ലെ മെല്ലെ തുറന്നാൽ മതി. ഞാൻ കാണിച്ചു തരണോ? കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കാതാ, ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ തുറക്കാം. അല്ല, ഇങ്ങനെ ഫുള്ള് മേലേക്ക് കയറി വരും. അല്ല, ഫുള്ളിങ്ങനെ മുക്കണ്ട. അന്നേരം മീൻ അടിയിൽ പോയിട്ടല്ലേ എടുക്കാം. അത്ര മതി, ഒന്ന് മതി. കണ്ടാ പഠിച്ചില്ലേ? അതെ, ഓക്കെ. എന്റെ വഴി കൂടി കൊടുത്തേക്കാ. ഞാൻ കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കയറും. മേലേക്ക് കയറി വരുമല്ല. ഇത് അത്യാവശ്യം നല്ല കളറും നല്ല വലിപ്പമൊക്കെ വന്നിട്ടാ. ഈ നല്ല കളറിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കളറിൻ്റെ നല്ല കളർ വന്നു. എല്ലാ മീനും നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാണുന്നില്ലേ കളർ? അതേപോലെ ട്രൈ കളറും കാണുന്നില്ല. എന്ത് രസം നോക്കി. വലിയ മീൻ മുറിച്ചതാണ്, പകുതി മീന്. ഓക്കെ, ഇത്രയും വലിയ മീന് ഒരുമിച്ച് കഴിക്കുന്നത് കണ്ടോട്ടാ. ഓക്കെ, കൊടുക്കട്ടെ?
കണ്ട നമ്മുടെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബർ വന്നിട്ട് നമ്മളോട് പറയുന്നു, പിന്നെ എന്താ പറയുന്നു നോക്കട്ടെ, പറയട്ടെ, ഒച്ചത്ത് പറ. തന്നെയല്ലേ? ഓക്കെ. ഓൻ എന്നോട് വന്നിട്ട് ചൊട്ടി വന്നിട്ട് പറയുന്നത് നല്ല വീഡിയോ കാണാറുണ്ട്. കണ്ടാ പിന്നെന്ത് വേണ്ടേ? എന്താ മോൻ്റെ പേര്? ആസിം. ഓക്കെ, ആസിം വന്നിട്ടാ എവിടെ തൃക്കരിപ്പൂർ അല്ലേ? ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ പശുവിനെ കാണാൻ പോകുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഒട്ടകത്തിനെയും കുട്ടിനെയും കാണിക്കണമെന്നുള്ളത്. ഒട്ടകത്തിനെ നമ്മൾ ഇതാണ് ഒട്ടകത്തിൻ്റെ കൂടുണ്ടായത്. ഒട്ടകത്തിനെ നമ്മൾ കൊണ്ടുപോയി കേട്ടോ. ഒട്ടകം എന്ന് പറയുന്നത് നമ്മൾ വന്ന മുതലേ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അതാണ് നമ്മൾ ഒട്ടകത്തിനെ കൂടുതൽ വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നത്. എന്താ പറയുക, ഇതിൻ്റെ എല്ലാം ഒരു ദുരന്ത വേർഷനും കൂടി ഉണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സക്സസ് ആവണമെന്നില്ല. ഒട്ടകത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമ്മൾ ക്ലൈമറ്റുമായിട്ട് എങ്ങനെ യോജിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡെയിലി ഡോക്ടർ വരാം. അപ്പോൾ നമ്മൾ ആ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുട്ടിനെ കിട്ടുമെന്ന് തന്നെ വിചാരിച്ചില്ല. അങ്ങനെ പിന്നെ കുട്ടിനെ കിട്ടി. പക്ഷെ എന്താ പറയുക, എപ്പോൾ നോക്കിയാലും ഇൻഫെക്ഷനും പ്രശ്നവും കാര്യങ്ങളെല്ലാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒട്ടകത്തിനെ ഒരു ഫ്രണ്ടിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തത്. നമ്മുടെ നാട്ടിൽ സെറ്റിലായ ഒരു ഒട്ടകത്തിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിന് വേണ്ടി നല്ല സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാവിലെ മുതൽ ഉച്ചവരെ വെയിൽ കൊള്ളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് കൂടി നമുക്കതിനെ എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഡോക്ടർ ഇവിടെ തന്നെ എന്നാൽ നല്ലൊരു എക്സ്പെൻസ് അതിന് തന്നെ പോകും. പിന്നെന്ന് പറയുന്നത് ചിലവാക്കുന്നതുകൊണ്ടല്ല, ചിലവാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ കാണാനേ പറ്റുന്നില്ല. അതാണ് വേറൊരു കാര്യം. അതുപോലെ നമ്മൾ ഇഗ്വാനിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാകും, വലുതായി. ഇത് ആദ്യം വരുന്നതിൽ കുട്ടിയാണ്. അതേപോലെ ഇവർ പണ്ട് മറ്റേതിൻ്റെ കൂടെ ഇട്ടപ്പോൾ കടി കൂടിയിട്ട് അതിന് വിരലെല്ലാം പോയിട്ടുണ്ടാകും. ഇവർ പിന്നെ എന്താ പറയുക, ജീവികൾ ഭയങ്കര സ്നേഹമാണ് ആനയെന്ന് കുതിരയെന്നെല്ലാം പറഞ്ഞാലും ഇവർ ചില സമയത്ത് അതിൻ്റെ ശരിയായ സ്വഭാവം കാണിക്കും. വലുതായിടാ. അതുപോലെ അതിന് ശേഷം വിരിഞ്ഞ് കുട്ടിയതാ അതിൻ്റെ തൊട്ട് താഴെ എന്നാ ഇത് രണ്ടാമത് വിരിഞ്ഞ ഗ്രീൻ. റെഡ് എല്ലാം ഉണ്ട്. നമ്മളെല്ലാത്തിനെയും വെച്ചില്ല, ഫസ്റ്റെണ്ണത്തിനെ മാത്രമേ ഇവിടെ കയ്യിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളെ എക്ലേറ്റസ് എല്ലാം എല്ലാവരും കയ്യിലെല്ലാം എടുക്കാൻ വേണ്ടി, നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേഡ്സ്. അതുപോലെ നമ്മുടെ പിന്നെ കുറുപ്പുണ്ട്, ബിലാൽ. അതുപോലെ നമ്മൾ മെട്ടോസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മൾ വിക്ടറാടി ഇരിക്കുന്നുണ്ട് ആളെല്ലാം നോക്കിയിട്ട്. ഓക്കെ. പിന്നെ വേറൊരു സംഭവം, നമ്മൾ ആടിനെല്ലാം ഒന്ന് ഫീഡ് ചെയ്യാം. ആടിൻ്റെ മേലെ എല്ലാവരും ഇങ്ങനെ പിന്നെ മേലിങ്ങനെ കുളത്തി കൊടുക്കുക കേട്ടാ. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടാ. നമ്മുടെ പാത്ത് വന്നേ, പാത്തെല്ലാം വലുതായി. ഇതാ നമ്മൾ ഇടിയൻ മുട്ടൻ ഇതണ്ടാ, ഇടിച്ചിട്ട് ആക്കിയിട്ട് നോക്കിയേ. ഈ കമ്പിയെല്ലാം വളഞ്ഞിട്ടുണ്ടാ, കണ്ടാ അത്രയും പവർഫുള്ളാണ് ഇവൻ്റെ ഇടി. ഇങ്ങനെ കാണുന്ന നോക്കണ്ട, ഭീകരനാണ്, കൊടും ഭീകരൻ. ഉണ്ടാ കൊമ്പിൻ്റെ ഭയങ്കര പവറാണ് കേട്ടാ. ഒരു കുട്ടിയും കൂടി ഉണ്ട്. കുട്ടീനെ നമ്മൾ മാറ്റിയിട്ടിട്ടുള്ളൂ, അത്യാവശ്യം കുറച്ച് വലുതായി ഇപ്പോൾ. ഓക്കെ, ഇതാണ് ഫീമെയിൽ, ഇത് മെയിലാണ് ഇടിയൻ. ഡാ നമ്മൾ ആടിനെല്ലാം കണ്ടില്ലേ, അതുപോലെ നമ്മളെ കുതിരനെ തൽക്കാലം ഇവിടെ ആക്കിയിട്ടുള്ളത്. ഓരിങ്ങനെ നടന്ന് വലിയ കുഴിയാക്കിയിട്ട് നോക്കിയേ. ബോയ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെ. അതുപോലെ വേറൊരു കുതിരനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരു എന്താ പറയുക, ഭയങ്കര വലിയ കുതിരയൊന്നുമല്ല, എന്നാലും നല്ല കാണാൻ നല്ല മൊഞ്ചത്തായിട്ടുള്ളൊരു കുതിരനെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 മെയിലല്ലേ ഇവിടെ ഉള്ളൂ, ഒരു ഫീമെയിലിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ ചേച്ചി വന്നിട്ട് പുല്ല് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട മുയലിനും. എന്താണ് അങ്ങോട്ട് നോക്കുന്നു? ഇതുപോലെ നമ്മളെ പരിസരത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ റാബിറ്റിന് മറ്റേ ബാക്കി കുറേ ജീവികളുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് പുല്ലെടുക്കുന്നത് കേട്ടോ. അതുപോലെ ഇതാണ് നമ്മളെ ഒരു പശു. നമ്മൾ ശരിക്കും പുങ്കന്നൂർ കവെന്ന് പറഞ്ഞാൽ ഇവനെ വാങ്ങിച്ചത്. അതായത് നല്ല വിലയിലും കൊടുത്തിട്ട് വാങ്ങിച്ചത്. പക്ഷെ എന്താ പറയുക, വീഡിയോയിലെല്ലാം നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ കിട്ടിയത്, കാലിൽ അടുപ്പിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ടുള്ള വീഡിയോ കിട്ടിയത്. പക്ഷെ എന്താ പറയുക, അത് ആ സമയത്ത് നോക്കുമ്പോൾ നമ്മൾ നല്ല പശുവാന്ന് തന്നെ വിചാരിച്ചത്, ചെറിയ പശു തന്നെയാണ്. എന്താ പറയുക, പിന്നെ നമ്മൾ കണ്ണൻ്റെ അത്ര അല്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വന്ന് നോക്കുമ്പോഴേക്കും അതാ വലിയ നല്ല ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം കാസർഗോഡ് കുള്ളൻ്റെ ആ ഒരു ടൈപ്പാണ് കാണുന്നത്. എന്തായാലും നമുക്ക് പിന്നെ വിചാരിച്ച ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ
നമ്മളൊരു 2 പശുവിനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കെങ്കിലും പിന്നെ എന്താ പറയുക ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച നമുക്ക് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ബാക്കി 3 നമ്മളെടുത്ത നമ്മളെ അടുത്തുള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. 5 ഫീമെയിൽ ഉണ്ട് ടോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ വാങ്ങിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്നും എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല കേട്ടോ. വേണ്ട, കുറേ പശുക്കളുണ്ട്, 5 ഫീമെയിൽസ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പശുവിനെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് വില കുറഞ്ഞത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവും, എന്നാൽ കുഴപ്പമില്ല അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്, നമ്മുടെ കണ്ണനെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരുമിച്ച് എടുത്തതാണ്. എന്താ പറയുക, ഇവിടെ എത്തിയതിന് ശേഷം ആൾ പറഞ്ഞ് എനിക്ക് വേണ്ട, ഇത് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ പശു നമ്മുടെ കയ്യിലായി, പെട്ടുപോയി. എന്താ പറയുക, പിന്നെ പൈസ ഞാൻ തന്നെ പൈസ ഇട്ട് കൊടുത്ത്, എത്തിക്കഴിഞ്ഞാൽ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ശരിക്കും പെട്ടുപോയി. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ ഈ പുള്ളി പശു. ഇതൊരു ഫീമെയിലാണ്, നല്ല കാലിൻ്റെ കളറുണ്ട്. അത് ചളിയായതല്ല കേട്ടോ, കാലിന് അങ്ങനെ കളർ, 4 കാലിനും നമ്മളെ പഞ്ചായത്തിലാണെങ്കിൽ വൈറ്റ് വരുന്ന പോലെ ആ ഒരു ഗ്രേ കളർ 4 കാലിനും വന്നത്. അപ്പോൾ നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകാം. ഇതെല്ലാം പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ ടർഫ് വരുന്നത് പെറ്റ് സ്റ്റേഷൻ്റെ ഒരു സൈഡാണ്, ആ സൈഡാണ് പെറ്റ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പരിസരം. ഇന്ന് ഫുള്ള് നെഗറ്റീവായി പോയല്ലേ. എന്തെല്ലാം മൗഗ്ലിൻ്റെ പിന്നെ മരണം, എന്താ പറയുക, പിന്നെ ഒട്ടകം പോയത്, പിന്നെ പശുവിൽ പണി കിട്ടിയത്, അങ്ങനെയുള്ള എന്താ പറയുക ഇന്നത്തിൻ്റെ. പക്ഷെ നമ്മളുടെ എന്തായാലും നമ്മളെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മുടെ അടുത്ത് ഇത്രയും അധികം ജീവികൾ ഉണ്ടായിട്ടും അതിൻ്റെ ഉൽപ്പാദനം. പക്ഷേ മരിച്ചത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നന്നാല്, അയ്യോ എന്താ ഇത്രയും നന്നായിട്ട് നോക്കിയിട്ട് മരിക്കുന്നു. ജീവിയുടെ ആവും മരിക്കും, അത് സ്വാഭാവികമാണ്. എന്തായാലും മരണം എന്ന് പറയുന്നത് നമ്മളെ സെറ്റിങ്ങിൻ്റെ നമ്മളെ ഇതിനകത്ത് ഉള്ളൊരു പാർട്ടാണ് കേട്ടോ. അതേപോലെ ശരിക്കും നോക്കാഞ്ഞിട്ടോ അതിൻ്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കാനിട്ടോ ഒന്നുമല്ല കേട്ടോ. എന്നാലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എന്തെങ്കിലും വരും. അത് വളർത്തുന്നവർക്ക് അറിയണ്ടാവും. നോർമലി ഇല്ല, ഇതൊന്നും ജീവികളൊന്നും ഇതുവരെ ഇടപഴകാത്ത ആൾക്കാരായിരിക്കും പറയുക അതിൻ്റെ ചത്ത് പോകുന്നു, അത് നോക്കായിട്ടാണ്, ആ രീതിയിലുള്ള സാധനമൊക്കെ ചില ആൾക്കാർക്കെങ്കിലും തോന്നാം. എന്താ പറയുക, നമ്മൾ നോക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ നോക്കുന്നവർ അത്രയും നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എന്നാൽ ഒരു സ്റ്റാഫ് നമ്മൾ പറയുന്നില്ല, എന്നാലും എല്ലാവരും അത്രയും കെയർ ചെയ്തിട്ടാണ് ഓരോ ജീവികളെയും നോക്കുന്നത്. അതേപോലെ അതിൻ്റെ ഫുഡ് സിസ്റ്റം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരോന്നിൻ്റെ ആ ടൈമിൽ അത്രയും പ്രോപ്പറായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അതേപോലെ വൃത്തിൻ്റെ കാര്യത്തിലായാലും സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന കാര്യമായാലും ശരി. അതിപ്പോൾ നമ്മളെ റാമോസിന് ഇതിനിടയ്ക്ക് കുറച്ചൊരു ഇൻഫെക്ഷൻ കാര്യങ്ങളിലായിട്ട് കുറച്ചൊരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെ ആയി. ഇപ്പോൾ ഓന് കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അവനെന്തോ ഒരു വിഷാംശം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു മുന്നേ. പക്ഷേ എന്തായാലും ആൾ റിക്കവറായി വന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൾ ഒരു ഓക്കെ ആയിട്ടുണ്ട്, ഓടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ അധികം നല്ലോണം പുറത്തങ്ങ് വിടണ്ടെന്ന് പറഞ്ഞു. ഓവർ എക്സസൈസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലിമിറ്റഡ് ടൈം മാത്രമേ അവന് വിടാറുള്ളൂ. സാധാരണ നമ്മൾ ഫുൾ ടൈം തുറന്നു വിടുന്നതല്ലേ, ഇപ്പം അങ്ങനെ വിടാറില്ല. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ആളോക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, കിട്ടാൻ ചാൻസ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അതിന് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോയി ഗ്ലൂക്കോസ് കാര്യങ്ങളിൽ കൊടുത്ത് മെഡിസിനൊക്കെ കറക്റ്റ് കൊടുത്ത് അതിന് റിക്കവറായി കൊണ്ടുവന്നു. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ അത്ര നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഇടയ്ക്ക് വരുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റാണ് നമ്മൾ ഭയങ്കരമായിട്ട് തളർത്തിക്കളയതാണ്. അത് എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒന്നും നോക്കരുത്, നമ്മൾ നെഗറ്റീവ് കമൻറ്റൊന്നും മൈൻഡ് ചെയ്യരുതെന്നൊക്കെ പറയുമെങ്കിലും എന്തായാലും നമ്മൾ മനുഷ്യനല്ലേ. എനിക്ക് നെഗറ്റീവ് അടിക്കുമ്പോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ. വേറെ ഇപ്പോൾ ഞാൻ എന്ത് പറയും പറഞ്ഞാലും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്ന ഒരു സാധനത്തിന് നോക്കാത്ത രീതിയിലാക്കിയിട്ട് മാറ്റം ഉണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടല്ലോ, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് ചില ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് എഴുതുന്നത് അധികം ആൾക്കാർ സ്വന്തം ഐഡിയ ഒന്നുമല്ല എഴുതുന്നത്. എന്നാലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമുക്ക് അത് നന്നായിട്ട് കൊള്ളുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറയുന്നവർ പറയട്ടെ, കുറച്ചുന്നവർ കുറച്ചുകൊണ്ടിരിക്കുമോ, അത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ടെന്ന് പറയും. ഒരു പരിധിവരെ മെയിൻ ചെയ്യുന്നില്ല, എന്നാലും ഉള്ളിൽ എവിടെയോ ഒരു കുളത്തിൽ നമ്മളത് കുളത്ത് വിടാം. പിന്നെ ഇത് ഏതിൻ്റെയൊക്കെ ഏതാണെന്ന് മനസ്സിലായാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിടക്കട്ടെ. ഇതിൻ്റെ അകത്തേന് ഒരു പണിയേ ബാക്കിയുള്ളൂ. പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, പെയിൻറ്റിങ്ങിൽ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട്. പെയിൻറ്റിംഗ് ഒന്നും കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരിക്കലും ജീവികളിലൊന്നും കഴിച്ചില്ല കേട്ടോ. പെയിൻറ്റിങ്ങിൽ കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തെ മേലെ. ഇപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ ഇഗ്വാനെ എടുത്ത് വെച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ജീവി ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചില്ല. ആളാണ് ഈ കേജിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് മാത്രമേ ഇടാനുള്ളൂ. ലൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇങ്ങനെ കയറ്റുന്നത് കാണിക്കാം അല്ലേ. ഓക്കെ, കേജ് രണ്ട് കേജാണ്. രണ്ടും ഏകദേശം ഒരേ
സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഊഹിക്കാൻ പറ്റുമല്ലേ, ഫുഡിൻ്റെ പാത്രമൊക്കെ ആക്കിയ സ്റ്റൈലാണല്ലേ. നിങ്ങളെ തുറന്നൊക്കെ മനസ്സിലാ ക്ലാസ്സിൽ ചിലപ്പോൾ ശരിക്കാണല്ലോ. ഇതുണ്ട 2 പാത്രം വെക്കേണ്ട സ്ഥലമൊക്കെ ആക്കിയിട്ടുണ്ട് കണ്ട. അതേപോലെ ഇങ്ങനെ മേലെ കാണിച്ചാൽ ഇതാ അതിനിങ്ങനെ ഓടിച്ചാടി കളിക്കേണ്ട സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവർക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡിങ് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ജീവിക്കാന്നുള്ളത് കമൻറ്റ് ചെയ്തു കേട്ടോ. അതേപോലെ എല്ലാ കേജിലും നന്നായിട്ട് എയർ സർക്കുലേറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ ഗ്ലാസ് ഉണ്ടാവും, എന്നാലും ആൾക്കാർക്ക് ആർക്കും ഫീഡൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് കേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ലല്ലേ, അങ്ങനത്തെ കാര്യങ്ങളിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.